ബോളർമാരുടെ ശവപ്പറമ്പായ ഹൈദരാബാദിൽ 528 റൺസ് പിറന്ന മത്സരത്തിൽ സൺറൈസേഴ്സിന് 44 റൺസ് വിജയം. ബാറ്റർമാർ സംഹാര താണ്ഡവമാടിയ മത്സരത്തിൽ ബോളർമാർക്ക് ഒരാൾക്ക് പോലും മികച്ച പ്രകടനം നടത്താൻ സാധിച്ചില്ല. സൺറൈസേഴ്സ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മത്സരത്തിൽ ടോസ് കിട്ടിയ റിയാൻ പരാഗ് സൺറൈസേഴ്സിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. മത്സരത്തിലെ 3-ാം പന്തിൽ അഭിഷേക് ശർമ്മയാണ് വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. പിന്നീട് ഹൈദരാബാദിൽ കണ്ടത് SRH ബാറ്റർമാരുടെ സംഹാര താണ്ഡവമാണ്. 11 പന്തിൽ 24 റൺസോടെ അഭിഷേക് ശർമ്മ പുറത്തായെങ്കിലും അഭിഷേക് നിർത്തിയെടുത്തുനിന്നും കിഷൻ തുടങ്ങി. മറുവശത്ത് ഹെഡും തകർത്തടിച്ചപ്പോൾ രാജസ്ഥാന് ഉത്തരങ്ങൾ ഉണ്ടായില്ല. പവർ പ്ലേയിൽ തന്നെ 94 റൺസ് ടീം അടിച്ചു കൂട്ടിയപ്പോൾ അവിസ്മരണീയമായ ഇന്നിംഗ്സാണ് SRH ബാറ്റർമാർ കാഴ്ചവെച്ചത്. ഹെഡ് 31 പന്തിൽ 67, നിതീഷ് കുമാർ റെഡ്ഡി 15 പന്തിൽ 30, ക്ലാസൻ 14 പന്തിൽ 34 റൺസ് നേടിയപ്പോൾ ഒരറ്റത്ത് SRHലെ തന്റെ ആദ്യ മത്സരം ആഘോഷമാക്കുകയായിരുന്നു ഇഷാൻ കിഷാൻ. 47 പന്തിൽ 6 സിക്സും 11 ബൗണ്ടറിയും അടക്കം 106 റൺസാണ് കിഷാൻ നേടിയത്. രാജസ്ഥാന് വേണ്ടി പന്തെടുത്തവരെല്ലാം നല്ല രീതിയിൽ അടിവാങ്ങിയപ്പോൾ SRH ടോട്ടൽ 300 എത്താതെ തടഞ്ഞു എന്നത് മാത്രമാണ് ബോളർമാർക്ക് ചെയ്യാനുണ്ടായത്. 286 എന്ന മാമത്ത് ടോട്ടലാണ് SRH നേടിയത്. മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്ത് മുതൽ അടിക്കുക എന്നൊരു ഒറ്റ പ്ലാനായിട്ടാണ് രാജസ്ഥാൻ ബാറ്റിംഗിന് ഇറങ്ങിയത്. സഞ്ജു മികച്ച തുടക്കം നൽകിയെങ്കിലും ജയ്സ്വാളും പരാഗും റാണയും വലിയ ഷോട്ടിന് ശ്രമിച്ചു വിക്കറ്റ് പവർ പ്ലേയിൽ തന്നെ കളഞ്ഞു. അവിടെ തന്നെ രാജസ്ഥാൻ മത്സരം തോറ്റപ്പോൾ തോൽവിയുടെ ഭാരം കുറയ്ക്കുക എന്നത് മാത്രമാണ് സഞ്ജുവിനും സംഘത്തിനും ചെയ്യാനുണ്ടായത്. 37 പന്തിൽ 67 നേടി സഞ്ജുവും, 35 പന്തിൽ 70 നേടി ജൂറലും, 23 പന്തിൽ 42 റൺസ് നേടിയ ഹെഡ്മയറും, 11 പന്തിൽ 34 റൺസ് എടുത്ത ദൂബയും ചേർന്ന് രാജസ്ഥാന്റെ തോൽവി 44 റൺസിലേക്ക് കുറച്ചു. ഒടുവിൽ 20 ഓവറിൽ രാജസ്ഥാന്റെ ഇന്നിംഗ്സ് 242 അവസാനിച്ചു. വലിയ ടോട്ടലുകളും ബൗണ്ടറികളും എല്ലാം വരുന്നത് കാണികളെ സന്തോഷിപ്പിക്കുമെന്നത് ശരിയാണെങ്കിലും ബോളർമാർക്കൊരു സപ്പോർട്ടുമില്ലാതെ ഇത്തരം വിക്കറ്റ് പല ബോളർമാരുടെ ജീവിതം തന്നെ കളയുകയാണ്. ഇഷാൻ കിഷാനാണ് കളിയിലെ താരം.